ഫെലിക്സ്, ഇപ്പോൾ വീണ്ടും ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഫെലിക്സ്? ഇപ്പോൾ കോസ്റ്റൽ പോലീസിന്റെ 2 ഷിപ്പുകൾ അവിടേക്ക് പോയിട്ടുണ്ട്. പട്രോളിംഗ് നടത്തുന്ന അതിനിടെയാണ് ഈ ഷിപ്പിന് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെ 2 ഷിപ്പുകളാണ് ഇപ്പോൾ അവിടേക്ക് പോയിട്ടുള്ളത്. ഒന്ന് ഈ മലിനീകരണ നിയന്ത്രണം നിരീക്ഷിക്കുന്ന ഒരു കപ്പലാണ്, മറ്റൊരു പട്രോളിംഗ് നടത്തുന്ന കപ്പൽ. അങ്ങനെ ഈ 2 കപ്പലുകളാണ് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് പോയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നും ഏതാണ്ട് 50 നോട്ടിക്കൽ മൈൽ അകലെയാണ്, അതായത് കണ്ണൂരിൽ നിന്ന് 50 കിലോമീറ്ററോളം നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നതാണ് അഴീക്കൽ കോസ്റ്റൽ പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മുന്നറിയിപ്പ് തീരദേശ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിമാനം, അതായത് കൊച്ചിയിൽ നിന്നടക്കം വിമാനം ഈ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടാകും എന്നും അവർക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ സിംഗപ്പൂരിന്റെ ഈ പതാകയുള്ള കപ്പലാണ് എന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷെ അക്കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏത് രാജ്യത്തിന്റെ കപ്പലാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഏതായാലും കോസ്റ്റൽ പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം ഈ സിംഗപ്പൂരിന്റെ പതാകയാണ് എന്നതാണ്. ഏതായാലും അക്കാര്യത്തിൽ കുറച്ചുകൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. 1.5 മണിക്കൂർ മുമ്പാണ് ഇത്തരമൊരു സംഭവം നടന്നതായി ഉള്ള വിവരവും മുന്നറിയിപ്പും അഴീക്കൽ പോലീസിന്, ഈ പറയുന്ന കോസ്റ്റൽ പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മുന്നറിയിപ്പും ജാഗ്രതയും അവരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. കണ്ടെയ്നറുകൾ അടക്കം ഈ കടലിലേക്ക് പതിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ണൂരിന്റെയും കോഴിക്കോടിന്റെയും തീരത്തേക്കായിരിക്കും ഈ കണ്ടെയ്നർ വന്നടിയുക എന്നതാണ് പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുക. ഏതായാലും ഇപ്പോൾ ജാഗ്രത പാലിക്കുന്നുണ്ട്. ഇത്തരം വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 2 ഷിപ്പുകൾ രക്ഷാപ്രവർത്തനത്തിനായി അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ വിമാനവും കൊച്ചിയിൽ നിന്നും അവിടേക്ക് എത്തും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1.5 മണിക്കൂർ 40 പേരായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ജീവനക്കാരൊക്കെ സുരക്ഷിതരാണോ എന്ന കാര്യത്തിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇവർ ട്രെയിൻഡ് ആണ്, എന്നിരുന്നാൽ തന്നെയും ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഇവർ രക്ഷപ്പെടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാകുമോ ഫെലിക്സ്? അത്തരം കാര്യങ്ങളെ കുറിച്ച് ഔദ്യോഗികമായി നമുക്കിപ്പോൾ ഒന്നും തന്നെ പറയാൻ കഴിയില്ല. കാരണം 2 ഷിപ്പുകളാണ് സമീപത്തേക്ക്, ഈ തീപിടിച്ച ഷിപ്പിന് സമീപത്തേക്ക് ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ ഒക്കെ തന്നെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും പരിശീലനം ലഭിച്ചവർ തന്നെയാണ് പ്രത്യേകിച്ച് ചരക്ക് കപ്പൽ അതിനുള്ളിൽ ഉണ്ടാകുക. അവർ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപക്ഷെ കടലിലേക്കായിരിക്കും ചാടിയിട്ടുണ്ടാകുക. അപ്പോൾ എത്ര പേർ ചാടിയിട്ടുണ്ട്, ഒപ്പം എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ അടക്കം കടലിലേക്ക് വീണിട്ടുണ്ട്. ഒപ്പം തന്നെ നാവികരും ഈ കടലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെ രക്ഷപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് തന്നെയാണ്, അതായത് പരമാവധി എത്രയും വേഗം രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഈ 2 ഷിപ്പുകൾ, കോസ്റ്റൽ പോലീസിന്റെ 2 ഷിപ്പുകൾ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആ ഷിപ്പുകളിൽ നിന്നായിരിക്കും ആദ്യഘട്ടത്തിൽ പ്രാഥമികമായുള്ള ഈ രക്ഷാപ്രവർത്തനം നടത്തുക. പിന്നീടായിരിക്കും വിമാനത്തിന്റെ അടക്കം സഹായത്തോടു കൂടിയുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് നീങ്ങുക. ഏതായാലും ഇത് ഈ എത്ര പേർ ഇതിനുള്ളിലുണ്ട്, എത്ര പേർ രക്ഷപ്പെട്ടിട്ടുണ്ടാകും, എത്ര പേർ കടലിലേക്ക് ചാടിയിട്ടുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. ഇപ്പോൾ ഏതായാലും തീരദേശ പോലീസിന് ലഭിക്കുന്ന അഴീക്കൽ തീരദേശ പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. 1.5 മണിക്കൂർ മുമ്പ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സിംഗപ്പൂരിന്റെ പതാകയാണ് അതിലുണ്ടായിരുന്നത് എന്നുള്ള സൂചനകളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 2 ഷിപ്പുകളാണ് രക്ഷാപ്രവർത്തനത്തിനായി പുറപ്പെട്ടിട്ടുള്ളത്. ഒരു വിമാനം കൂടി പുറപ്പെടും. അങ്ങനെയെങ്കിൽ വളരെ വേഗം, പ്രത്യേകിച്ചും കടലിൽ നടുക്കാണ് ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിവേഗം രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ശരി ഫെലിക്സ്, തുടരുക. ഈ ഒരു കപ്പൽ അപകടം വീണ്ടും തീരത്തുണ്ടായിരിക്കുകയാണ്. അഴീക്കലിന് സമീപമാണ് ഈ ഒരു കപ്പലിന് തീ പിടിച്ചിട്ടുള്ളത്. ഈ കപ്പലിൽ 40 ജീവനക്കാരുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഈ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്.